1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത് അവൻ എന്തിനാണ്? ഹല്ലേലൂയ. ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നത് എന്തിനാണ്? തിരുമേശയിൽ അവൻ ഭാഗവാക്കാകാൻ പോകുന്നത് എന്തിനാണ്? ഇതൊക്കെയാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ അവൻ തിരുമേശയിൽ അതിൻ്റെ മുൻപിലൊരു വാക്യമുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നാം വായിച്ച അതേ വാക്യം. ഹല്ലേലൂയ. അപ്പോൾ നാം തിരുമേശയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം, അവൻ ദൈവത്തിൻ്റെ വചനം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർപ്പിക്കുന്നത്. ഒന്ന്, ഇതിൽ പങ്കെടുക്കേണ്ടവരുടെ യോഗ്യതകൾ. 2, ആമേൻ സ്തോത്രം, എന്തുകൊണ്ട് ഇത് ചെയ്യണമെന്നുള്ളതാണ്. സ്തോത്രം. അതിലേക്ക് ഞാൻ പിന്നീട് മടങ്ങി വരാം. ഒന്നാമത് നാം ചിന്തിക്കുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ ഓർക്കണം എന്നുള്ളതാണ്. ആരെ ഓർക്കണം? കർത്താവിനെ ഓർക്കണം. നാം ഇന്ന് വിശുദ്ധ ആരാധനയിലേക്ക് കടന്നു വന്നപ്പോൾ നാം ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്ന് സൂചിപ്പിച്ചതിന് ശേഷം ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം. നമുക്ക് വളരെ സുപരിതമായ വാക്യമാണ് 103-ാം സങ്കീർത്തനം. 1-2 വാക്യങ്ങളല്ലേ? കാണാതെ പറയാൻ കഴിയുമോ? പറഞ്ഞാട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഉപകാരങ്ങൾ മറക്കരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഉപകാരങ്ങൾ ഓർക്കണം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഓരോ ആരാധനയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ വന്ന് വെറുതെ ഇരുന്ന് 2.5 മണിക്കൂർ കളഞ്ഞിട്ട് പാസ്റ്ററെ കണ്ടിട്ട് സഹവിശ്വാസികളെ കണ്ടിട്ട് അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് അല്ലെങ്കിൽ മടങ്ങാനല്ല. അവൻ ഈ ആലയത്തിനകത്ത് കടന്നു വന്നാൽ, ദൈവത്തെ ആരാധിക്കാനായി വന്നാൽ, ആദ്യം അവൻ മറ്റൊരാളെയല്ല ഓർക്കേണ്ടത്, മറ്റൊരു വ്യക്തിയല്ല ഓർക്കേണ്ടത്, കുടുംബത്തെയല്ല ഓർക്കേണ്ടത്, കുഞ്ഞുങ്ങളെയല്ല ഓർക്കേണ്ടത്. യെസ്, എൻ്റെ കർത്താവിനെ ഓർക്കണം. ശബര രഗന. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം. സങ്കീർത്തനക്കാരൻ പറയും, മറ്റൊരാളോടല്ല പറയുന്നത്, അല്ലേ? സ്വന്തം മനസ്സിനോട് പറയാം. കാരണം ഇത് ആമൻ സ്തോത്രം മനസ്സിനെ അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആമൻ ഇത് കൈപ്പിടിയിൽ നിൽക്കുന്ന കാര്യമല്ല. പക്ഷെ ആ മനസ്സിനോട് ആമൻ സങ്കീർത്തനക്കാരൻ പറയും, യെസ്, നീ മറ്റൊന്നും ആമൻ ഓർക്കണ്ട, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ആമൻ ഞാനും നിങ്ങളും ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം. 1, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം. 2, ആമേൻ സ്തോത്രം, നമ്മുടെ അവസ്ഥ നമ്മൾ ഓർക്കണം. ഇപ്പോഴത്തെ അവസ്ഥയല്ല, പഴയ അവസ്ഥ. യെശയ്യാ പ്രവചന്റെ പുസ്തകം 51-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവൻ പ്രവാചകൻ അവരോട് ഓർപ്പിക്കുക, നിങ്ങൾ എവിടെ നിന്ന് വന്നെന്ന് ഓർക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സ്ഥിതി ഓർക്കണം. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം കേട്ടോ. ഓരോ ദിവസവും ദൈവം ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ദൈവം എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ദൈവം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ആരാധനയിലും വന്ന് ദൈവത്തോട് പരിഭവം പറയാനല്ല, പരാതി പറയാനല്ല, ആമേൻ ഹല്ലേലൂയ, ദൈവത്തോട് പിണങ്ങാനല്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മുടെ ആകുലതകളൊക്കെ പങ്കുവെക്കുമ്പോഴും ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുക. യെസ്, ദൈവത്തെ നീ ഓർക്കണം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കണം. 2, നമ്മുടെ അവസ്ഥ ഓർക്കണം. യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുക, അവരെക്കുറിച്ച് പറയുന്ന അവർ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ പേരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. മറ്റ് പലതും അന്വേഷിക്കാൻ പോകാമായിരുന്നു, മറ്റ് പല കാര്യങ്ങൾക്ക് സമയം വേർതിരിക്കാമായിരുന്നു. യെസ്, എന്തിനാ ഇവിടെ കടന്നു വന്നത്? എന്തിനാ ഓൺലൈനായിരിക്കുന്നത്? യെസ്, ദൈവത്തെ അന്വേഷിക്കുക. വചനം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ അവർ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ എന്നെയും നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. അവൻ അവരോട് പറയുക,
അന്വേഷിക്കുന്നവരെ, നീതിയെ പിന്തുടരുന്നവരെ, ആമേൻ, യഹോവയെ അന്വേഷിക്കുന്ന ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. എന്താണ്? നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ഈ കുഴിച്ചെടുക്കുന്നത് മൂല്യമുള്ള സാധനങ്ങളാണ്, അല്ലേ? അല്ലെങ്കിൽ വഴിയിൽ കണ്ടു കിട്ടുന്ന സാധനങ്ങൾക്ക് എത്ര മൂല്യമുണ്ട്, അതിനേക്കാളും വലിയ മൂല്യമാണ് എന്തിന്? കുഴിച്ചെടുക്കുന്നതിന്. ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? നിങ്ങളെ വെട്ടിയെടുത്തതാ, നിങ്ങളെ പാറയിൽ നിന്ന് വെട്ടിയെടുത്തതാ, കനിഗർഭത്തിൽ നിന്ന് നിങ്ങളെ കുഴിച്ചെടുത്തതാ. സ്തോത്രം. ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ അകത്ത് നാം ആയിരുന്നു. ഹല്ലേലൂയ. വിവിധ സാഹചര്യങ്ങൾ നാം ആയിരുന്നു, അവിടെ നിന്ന് ദൈവം വെട്ടിയെടുത്തതാ. ഹല്ലേലൂയ. സങ്കീർത്തനം പറയുന്നത്, ആമേൻ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, ആമേൻ, ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി. ഇന്ന് ഒരു സമയത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം ഓർക്കുമ്പോൾ രണ്ടാമത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക. നാം രണ്ടാമത് ഓർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പൂർവസ്ഥിതി ഓർക്കണം. നാം എവിടെ നിന്ന് വന്ന് അവിടെ നിന്ന് ഒരു കാര്യം കൂടെ പറയാം. മറ്റാർക്കും വിലയില്ലാത്തവരാണെങ്കിലും ദൈവത്തിന് നാം ഒന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മൾ വിചാരിക്കും നമ്മൾ കണ്ടെത്തി കിടന്നതാ, ചേറ്റി കിടന്നതാ, ആമൻ, ഒരു വിലയില്ലാത്ത, അല്ലേ? ചിലരങ്ങനല്ലേ പറയുന്നത്, ആമൻ, കലക്കവെള്ളത്തിൽ മുങ്ങാൻ പോയതാ, സ്വർണവും ഇല്ല, അതുമില്ല, ഇതുമില്ല, എന്തോ പരിപാടി, കുറെ ആട്ടവും തുള്ളലും ഉള്ള എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ ഇടയിൽ നിന്ന് വചനം പറയാസ്, അല്ല, നിന്നെ വീണ്ടെടുത്തത് കനിഗർഭത്തിൽ നിന്ന് മൂല്യമുള്ള പലതും അവൻ ഉള്ളതിന്റെ അകത്തു നിന്ന് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവവേദനയെ അവൻ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നൽകി വീണ്ടെടുത്ത അവന്റെ ജനമാണ്. കനിഗർഭത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്തു, പാറയിൽ നിന്ന് വെട്ടിയെടുത്തു. അപ്പോൾ രണ്ട് ആരാധനയിൽ നാം ഓർക്കേണ്ടത്, നാം കടന്നു വന്ന ഇനി ഒരു കാര്യം കൂടെ ഓർപ്പിക്കുക. നാം 106 സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. 106 സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. മത്സരിച്ചു. അവിടെ പിതാക്കന്മാരെ കുറിച്ച് പറയുക. മിസ്രൈമിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന പിതാക്കന്മാർ അവരെന്ത് ചെയ്തു? മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിച്ചില്ല, നിന്റെ മഹാദയെ ഓർത്തില്ല. നിന്റെ മഹാദയെ ഉണ്ടോ? അവരുടെ ഒരു കുറ്റം പറയുക. പിതാക്കന്മാർ ചെങ്കടൽ കരയിൽ വെച്ച് മോശയോട് മത്സരിച്ചു, ദൈവത്തോട് മത്സരിച്ചു. ഈ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമോ? ഞങ്ങൾ ഇതിനേക്കാളും നല്ലത് ഇറച്ചിക്കലങ്ങളുടെ അരികെ ഇരുന്നവരാ. ആമൻ, ഞങ്ങൾ മിസ്രൈമിലായിരുന്നാൽ മതിയായിരുന്നു, അവിടെ വെച്ച് ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഈ മരുഭൂമിയിൽ ഈ ചെങ്കടലിന് മുൻപിൽ അല്ലെങ്കിൽ ഫറവോൻ പിൻപിൽ നിൽക്കുമ്പോൾ ഈ ഫറവോന്റെ സൈന്യത്തിന് കീഴടങ്ങി ഞങ്ങൾ മരിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുക. ആമൻ, സ്തോത്രം, മറുത്ത് നിൽക്കുക. അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ മഹാദയെ മറന്നു കളഞ്ഞു. ഇന്ന് പകലിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ച ദൈവത്തെ ഒരു കാരണവശാലും നീ മറക്കരുത്. മുൻപിൽ ചെങ്കടൽ വന്നേക്കാം, പിൻപിൽ ഫറവോൻ വന്നേക്കാം, ജീവൻ നഷ്ടപ്പെടുമെന്ന് ആമൻ സാഹചര്യം വന്നേക്കാം. ദൈവത്തെ മറക്കരുത്. അവന്റെ മഹാദയെ ഓർക്കണം. മഹാദയെ മറക്കരുത്. അതുകൊണ്ടല്ലേ പറയാം, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ 3 കാര്യങ്ങൾ നാം ചിന്തിപ്പാനിടയായി തീർന്നത്. ഒന്ന്, ആമേൻ, സ്തോത്രം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം ഓർക്കണം. ഹല്ലേലൂയ. 2, ആമേൻ, നാം കടന്നു വന്ന സാഹചര്യം ഓർക്കണം. ആമേൻ, സ്തോത്രം. 3, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹാദയെ നാം ഓർക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നാം കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ വായിച്ചു, ആമേൻ, സ്തോത്രം, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുക, നിങ്ങൾ ഓർക്കേണ്ടുന്ന അതിപ്രധാനമായ കാരണം. ആമേൻ, സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-24 വാക്യം. 26 വാക്യം.
നോക്കണമേ, പൗലോസ് ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മരണത്തെ ഓർക്കണം. ആ മരണത്തിൻ്റെ പ്രത്യേകത എന്താ? ആ മരണത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി എഴുതിയിരിക്കുന്ന പൗലോസാണ്. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് വായിക്കാം. നോക്കണമേ, നാം ഓർക്കാൻ പോകുന്ന യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ്? ഒരു ആരാധനയിൽ നാം കടന്നു വരുമ്പോൾ ഓർക്കേണ്ട 3 അതിപ്രധാനമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. 1, ഉപകാരങ്ങൾ ഓർക്കണം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? 2, നാം എവിടെ നിന്ന് വന്നെന്ന് ഓർക്കണം. 3, ദൈവം നടത്തിയ വഴി, ആ ദയ ഓർക്കണം. അത് മറക്കരുത്. ഇത് ഓരോ ആരാധനയിലും ഓരോ വിശ്വാസിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇനി നാം തിരുമേശയോട് അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങൾ ആ മരണത്തെ ഓർക്കണം. ആരെങ്കിലും മരണത്തെ ഓർക്കാൻ ഇഷ്ടപ്പെടുമോ? മരണമെന്ന് എഴുതി കാണിക്കുമ്പോഴോ പറയുമ്പോഴോ പേടിയാ. പക്ഷെ പൗലോസ് ഈ ലേഖനത്തിൽ പറയുക, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? മരണമാണ് ലാഭം. അങ്ങനെ പറയണമെങ്കിൽ അവൻ അദ്ദേഹത്തിലൂടെ അവൻ മരണത്തെ വെല്ലുവിളിച്ച സ്റ്റേറ്റ്മെന്റ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെ വെല്ലുവിളിച്ചൊരു ഭക്തൻ പറയുകയാ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത്. അതേ പൗലോസ് അതേ ലേഖനത്തിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ഓർക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. നോക്കണമേ, ക്രൂശിലെ മരണത്തെ നാം ഓർക്കുമ്പോൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. യേശുവിൻ്റെ മരണത്തെ ഓർക്കുമ്പോൾ നാം എന്താ ഓർക്കേണ്ടത്? ഞാൻ ഓർപ്പിച്ച 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആരാധനയിൽ നാം ഓർക്കേണ്ടത്. 1, ദൈവം ചെയ്ത ഉപകാരങ്ങൾ. 2, ദൈവം നമ്മെ കൊണ്ടുവന്ന സ്ഥലം. 3, ദൈവം നമ്മോടുള്ള മഹാദയ. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. 1, അവൻ്റെ രൂപം എന്തായിരുന്നു? ദൈവരൂപം. ക്രിസ്തു ആരായിരുന്നു? ദൈവത്തിൻ്റെ അതേ രൂപം. ആ രൂപം അവൻ വിട്ടു, അല്ലെങ്കിൽ ആ സ്ഥാനം അവൻ വിട്ടു, അല്ലെങ്കിൽ ആ ഭാവം അവൻ വിട്ടു. കർത്താവിൻ്റെ മരണത്തെ ഓർക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ രൂപത്തിന് മാറ്റം വരണം. ഇത് ചുമ്മാ ഓർത്താൽ പോരാ. ഒരു മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നത് എങ്ങനെയാ? മനുഷ്യൻ പ്രാകൃതനാണ്, ജഡീകനാണ്, ആത്മീകനാണ്. ഈ 3 മനുഷ്യനെക്കുറിച്ച് വചനം പറയുന്നത്. തിരുമേശയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മോട് പറയുക, നമ്മുടെ രൂപം മാറണം. എത്ര പേര് തയ്യാറ്? അതാ ക്രൂശിലെ മരണം. നമ്മുടെ രൂപം മാറാതെ ഈ അപ്പവും ഈ വീഞ്ഞും കഴിച്ചിട്ട് കാര്യമില്ല. ക്രൂശിലെ മരണത്തെ നീ ഓർക്കുമ്പോൾ കർത്താവിനെ ഓർക്കണം. അവൻ ആരായിരുന്നു? മനുഷ്യനല്ല. അവൻ ആരായിരുന്നു? ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കെ. ഹല്ലേലൂയ. ആ ദൈവരൂപം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അത് വിട്ടു. എത്ര പേർക്ക് പറയാൻ സാധിക്കും, കർത്താവേ എൻ്റെ രൂപത്തിൽ ഒരു മാറ്റം വരും. നമ്മുടെ രൂപം മാറണം. 2, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. ദൈവത്തോടുള്ള സമത്വം അതവൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. അതിനെ മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ
ആ ദൈവ സ്വഭാവത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാൻ അവൻ തയ്യാറായി. രണ്ടാമത്തെ കാര്യം നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ആ ക്രൂശിലെ മരണത്തെ നീ ഓർക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം. അല്ലേ? ഏത് മനുഷ്യനും അത് പിടിച്ചുകൊള്ളാൻ ആഗ്രഹിക്കാത്ത? നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ തനതായ സ്വഭാവം വിട്ടുകളയാൻ നമ്മൾ തയ്യാറാണോ? അല്ല, നമ്മൾ വിട്ടുകളയാൻ തയ്യാറല്ല. പക്ഷേ കർത്താവിന്റെ മരണത്തെ നീ യഥാർത്ഥമായി ചിന്തിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആ സ്വഭാവത്തെ, അതുകൊണ്ടല്ലേ നാം പാപത്തെ ഞാൻ മതി, സമയം നമുക്കില്ല മുമ്പിൽ. ഇപ്പോൾ ദൈവവേദലെ ഒന്ന്, ആ രൂപം മാറി. രണ്ട്, ആ സ്വഭാവത്തിന് വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ആ സ്വഭാവം ഒഴിച്ചു. മൂന്നാമത്തെ കാര്യം പറയുക, അവൻ ദാസരൂപം. അതാ പാട്, പലതുമൊക്കെ വിടാം. പക്ഷെ മറ്റൊരു രൂപം. ഏത് രൂപത്തിൽ നിന്നാ മാറിയേ? ദൈവരൂപത്തിൽ നിന്ന് നേരെ ദാസന. അതുകൊണ്ടാ തോർത്ത എടുത്ത് അരയിൽ ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങളെ കഴുകാൻ തിരുമേശ നമ്മളെ ഓർപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട് കേട്ടോ. ദാസരൂപം എടുക്കാൻ നാം തയ്യാറാകണം. അടുത്ത പദം പറയാം, മനുഷ്യ സാദൃശ്യത്തിലായി അവൻ. വീണ്ടും പറയുക, തന്നെത്താൻ ഒഴിച്ചു, തന്നെ എംപ്റ്റി ചെയ്തു, തന്നെ ഇല്ലാതാക്കി, തന്നെ ചെറുതാക്കി, മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. യേശുവിൻ്റെ ആ ക്രൂശിലെ മരണം ഓർപ്പിക്കുന്ന 7 സമർപ്പണങ്ങളുണ്ട്. ഞാൻ അതിലേക്കെല്ലാം വിശദമായി കടക്കുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ മാത്രം ദൈവത്തിൽ ഓർപ്പിക്കുക. ഒന്ന്, നമ്മുടെ രൂപം മാറണം, നമ്മുടെ സ്വഭാവം മാറണം. ഹല്ലേലൂയ. അവൻ ഏത് സാദൃശ്യത്തിലാണ്, ഏത് വ്യക്തിത്വത്തിലാണ്, എങ്ങനെയായിത്തീരണമെന്ന് വചനം വ്യക്തമായി പറയുന്നു. അടുത്ത വാക്യങ്ങളിൽ അതുണ്ട്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അല്ലേ? ഫിലിപ്പിയരിൽ പറയുന്നൊരു കാര്യമാണ്. അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അടുത്ത പദം പറയാ, ദൈവം നമ്മളെ ഉയർത്തണമോ? ആ ക്രൂശിലെ മരണം ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനം.